നമ്മൾ വീഡിയോ കാണാനായിട്ടായി ആദവനാട് മൂടാൽ റോഡ് തിരൂർ മണ്ഡലത്തില് ആദവനാട് പാറമെന്ന് മർക്കത്ത് റോഡിലാണ്. സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കാര്യമില്ല. അപ്പം ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട്, അവരെന്നെ പറയട്ടെ. ആദവനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 വില്ലേജാണ് ഉള്ളത്. ഒന്ന് കുറുമ്പത്തൂർ വില്ലേജ്, ഒന്ന് ആദവനാട് വില്ലേജ്. ഈ ആദവനാട് വില്ലേജും ഈ റോഡും ഇപ്പൊ ഈ CPM-ന്റെ കയ്യിൽ നിന്ന് ഈ 10ാം വാർഡും 11ാം വാർഡും പോയപ്പോ മാത്രം ഉണ്ടായതല്ല എന്ന് അവരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വർഷങ്ങളായിട്ട് ഈ വില്ലേജ് ഉണ്ട്, ഈ മർക്കസ് റോഡ് ഉണ്ട്. ഇത്രയും കാലം അവർ ഒരിക്കലും ഈ ഒരു വാർഡിലേക്ക് ഈ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തെ കുറിച്ച് ചിന്തിക്കാതെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ അധികാരങ്ങൾ, അവരുടെ സ്ഥാനമാനങ്ങൾ അവർ ഉപയോഗിച്ചവരാണ്. 10-25 വർഷക്കാലമായി ഇടതുപക്ഷം കയ്യിൽ വെച്ചിരുന്ന ഈ വാർഡുകൾ അവരുടെ പിടിപ്പുകേടിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാജിദ മെമ്പറാവുകയും അവരധികമായിട്ടില്ല. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്നത് പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികമായിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾ എന്ന തരത്തിൽ തെരുവ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ റോഡുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഈ റോഡ് പറയുമ്പോൾ ഇതൊക്കെ ഒരു വാർഡ് മെമ്പറുടെ വീട്ടിലേക്ക് പോയിരുന്ന റോഡാണ്. ആ റോഡ് പോലും ക്ലിയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ വർക്ക് നടത്താൻ വൈസ് പ്രസിഡന്റായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാജിദ വരേണ്ടി വന്നു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരാ നഷ്ടമായി. അവരിങ്ങനെ മനസ്സിൽ എന്നും ഇങ്ങനെ തേട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ മർക്കസ് റോഡിന്റെ വിഷയം. ഈ മർക്കസ് റോഡിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നിരവധി തവണ ഫണ്ട് വെച്ചതാണ്. പക്ഷെ ഇവിടെ നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ഈ റോഡുകൾ കേടുപാടുകൾ സംഭവിക്കാറൊക്കെ ഉണ്ട്, സാധാരണയാണ്. എന്നാൽ ഇന്ന് പുതുതായി നിർമ്മിച്ച റോഡിന്റെ പോലെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വ്ളോഗർമാർ വരികയും ഈ റോഡിന്റെയും ആദവനാട് വില്ലേജിന്റെ ഒക്കെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ 9ാം തീയതിക്കു ശേഷം കേരളത്തിന്റെ ഭരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് വരാനിരിക്കുകയാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഹാലിളക്കം ഒന്നുകൂടി അധികരിക്കുമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ഈ 9ാം തീയതി വരെ നിങ്ങൾ ഇതുപോലെയുള്ള ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഫേസ്ബുക്കും വാട്സപ്പും പുതിയ നവമാധ്യമങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നല്ലാതെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണി വരികയും നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കുറുക്കോളി കഴിഞ്ഞ 5 വർഷം എന്താണ് ഈ മണ്ഡലത്തിൽ ചെയ്തതെന്ന് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആ വികസന നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഏതു തരത്തിലാണ് അദ്ദേഹത്തിന് ഇകഴ്ത്താൻ കഴിയുക എന്ന ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. നിയമനിർമ്മാണ സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ കുറുക്കോളി വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുമെന്ന് ഉറപ്പായപ്പോൾ നിങ്ങൾ നടത്തുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയ പ്രചരണങ്ങളെ ഇവിടുത്തെ വോട്ടർമാർ അവജ്ഞതയോടെ തള്ളിക്കളയുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവിടെ വിജയിച്ചു വന്ന വാർഡ് മെമ്പർമാരും MLA-യും MP-യും അവരാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ തുടർന്നും നടന്നുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ മുൻ മെമ്പർക്കും അദ്ദേഹത്തിന്റെ ചില സിൽബന്ധികൾക്കും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടുന്നതിന് ഞങ്ങൾ ഉത്തരവാദിത്തമല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ച മെമ്പർമാര് അവരാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് 10-25 വർഷമായി ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ആ ഒരു പ്രയാസത്തിൽ നിന്നാണ് ഇതൊക്കെ ഉടലെടുക്കുന്നത്. പേയ്മെന്റ് സീറ്റായ ഈ സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട കുറുക്കോളി വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ഈ വികസനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.